hello friends, welcome back to my channel. Again, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് 14.2 അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടായിരുന്നു. യെസ്, അടുത്ത ദിവസം ആയി കഴിഞ്ഞു. അതായത് 14.2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമ്മളെല്ലാവരും 7th പഠിച്ചിട്ടുണ്ടാവും. കുറച്ച് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പഠിച്ചിട്ടുണ്ടാവും. കുറച്ച് എഫക്ട്സ് എന്താണെന്ന് പറയുകയാണെങ്കിൽ കുറച്ച് എഫക്ട്സ് ഒക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പം എന്ത് എഫക്ട്സ് ആണ്, വാട്ട് എഫക്ട്സ് ഡസ് ദി കറണ്ട് പ്രൊഡ്യൂസ്, എന്ത് എഫക്റ്റ് ആണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇപ്പം ഇത് ഫ്ലോ ചെയ്യുമ്പം ഒരു കണ്ടക്റ്റിംഗ് സൊല്യൂഷനിലൂടെ ഫ്ലോ ചെയ്യുമ്പം എന്ത് എഫക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതാണ് 14.6 എന്താ പറയുക ആക്ടിവിറ്റിയിലുള്ളത്. അത് കഴിഞ്ഞിട്ട് 1800 ബ്രിട്ടീഷ് കെമിസ്റ്റ് വില്യം നിക്കൽസൺ 1753 മുതൽ 1815 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇത് കണ്ടുപിടിച്ചൊരു 15 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. ഹാവ് ഷോൺ ദാറ്റ് if electrodes were immersed in water and the current was passed, bubbles of oxygen and hydrogen were produced. അതായത് ഇത് ഈ ഇലക്ട്രോഡ്സ് വെള്ളത്തിൽ ഇമ്മേഴ്സ്ഡ് ആയി വെച്ചേക്കുകയാണെങ്കിൽ കറണ്ട് അപ്പോഴും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ ബബിൾസും ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ഓക്സിജൻ്റെ ബബിൾസ് വരികയും ഓക്സിജൻ്റെ ബബിൾസ് ഇലക്ട്രോഡിൽ ഫോം ചെയ്യുകയും അത് ഇലക്ട്രോഡ് പോസിറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്ത ഇലക്ട്രോഡിൽ ഫോം ചെയ്യുകയും ബാറ്ററി ആൻഡ് ഹൈഡ്രജൻ ബബിൾസ് ഫോംഡ് ഇൻ അതർ ഇലക്ട്രോഡ്, വേറൊരു ഇലക്ട്രോഡിൽ അത് ഉണ്ടാകുകയും ചെയ്യും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു യെല്ലോ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം. ഇതാണ് ആ യെല്ലോ ബോക്സ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ, അതാണ്. അപ്പം ദ പാസേജ് ഓഫ് നമുക്ക് അടുത്ത പാരഗ്രാഫ് വരുന്നുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ ലെക്ചറിലൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ദ പാസേജ് ഓഫ് എൻ ഇലക്ട്രിക് കറണ്ട് ത്രൂ എ കണ്ടക്റ്റിംഗ് സൊല്യൂഷൻ കോസസ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പം ഇലക്ട്രിക് കറണ്ട്, ദ പാസേജ് ഓഫ് ആൻ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഒരു പാസേജ് കണ്ടക്റ്റിംഗ് സൊല്യൂഷൻ കോസസ് എ കെമിക്കൽ റിയാക്ഷൻ. ത്രൂ കണ്ടക്റ്റിംഗ് സൊല്യൂഷനിൽ കൂടെയുള്ള ഒരു പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ ബബിൾസ് ഓഫ് ഗ്യാസസ് മേ ഫോംഡ് ഓൺ ദി ഇലക്ട്രോഡ്സ്. അതുകൊണ്ടാണ് ഈ ബബിൾസ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആസ് എ റിസൾട്ട്, നമ്മൾ അതിപ്പോൾ പറഞ്ഞു പോയതിന് ആസ് എ റിസൾട്ടാണ്. അതുകൊണ്ടാണ് ബബിൾസ്, ഗ്യാസിൻ്റെ ബബിൾസ് ഇലക്ട്രോഡ്സിൽ ഫോം ആവുന്നത്. ഡെപ്പോസിറ്റ് ഓഫ് മെറ്റൽസ് മേ ബി സൂൺ ഓൺ ഇലക്ട്രോഡ്സ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസിലെ മെറ്റൽസിൻ്റെ ഡെപ്പോസിറ്റ് കൂടും. ചേഞ്ചസ് ഓഫ് കളർ ഓഫ് സൊല്യൂഷൻസ് മേ ഒക്കെ ഈ വെള്ളത്തിലൂടെ നേരെ എന്താ പറയുക ഇരിക്കുമ്പം കളറൊക്കെ മാറ്റലായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പം ഡെപ്പോസിറ്റ് ഓഫ് മിനറൽസ് മേ ബി സീൻ, ചേഞ്ചസ് ഓഫ് colors may occur. The reaction would depend on what solution on electrodes are used. അപ്പം ഈ റിയാക്ഷൻ ഓരോന്നും ഓരോ ടൈപ്പ് റിയാക്ഷനാണ്. അപ്പോൾ ചില റിയാക്ഷൻസ് ചിലപ്പോൾ ഈ ഒരു റിയാക്ഷൻ വരണം എന്നില്ല. അതൊക്കെ ഈ എന്താ പറയുക ഓരോരോ ലിക്വിഡിനനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ ഓരോ സൊല്യൂഷൻ അനുസരിച്ചിരിക്കും. The reaction would depend on the solution, on what solution and what electrodes are used. Okay, these are some chemical effects of electric current. അടുത്തൊരു ബോക്സിൽ എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ബോക്സിലുള്ള കുറച്ച് എഫക്ട്സ് അടുത്തത് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മളിനി ഇലക്ട്രോപ്ലേറ്റിംഗ്, അതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. 14.3. ഓക്കെ, 14.3യിലാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. 14.3 ഇലക്ട്രോപ്ലേറ്റിംഗ്. ഈ എന്താ പറയുക, ഈ സ്വർണം പൂഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഈ എന്താ പറയുക, ഈ സ്വർണം ചിലപ്പോൾ സ്വർണ്ണം ആയിരിക്കത്തില്ല, അതിൻ്റെ മുകളിൽ ചെറിയൊരു ഷൈനിങ് കോട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സൈക്കിള്, നമ്മളിപ്പോൾ ഒരു പുതിയൊരു ബൈസൈക്കിൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക, നമ്മളെ കുറേ നല്ല ഷൈനിങ് ഒക്കെ ഉണ്ടാവും. ഹാൻഡിൽ ബാറിലായാലും അതുപോലെ തന്നെ വീലിൻ്റെ റിമ്മിലായാലും ഒക്കെ നല്ല ഷൈനിങ് ഉണ്ടാവുമേ. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഷൈനിങ് കുറഞ്ഞു വരും. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് തട്ടുമ്പോഴോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഷൈനിങ് കുറഞ്ഞു വരും നല്ലോണം. ലാസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഒരു ഷൈനി അല്ലാത്തൊരു സബ്സ്റ്റൻസ് വരികയാണ് ചെയ്യാറ്. അതാണ് ഒറിജിനൽ സബ്സ്റ്റൻസ്. അതിൻ്റെ മുകളിൽ ഈ ഒരു ഷൈനിങ് സബ്സ്റ്റൻസ് പൂശുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ഈ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇലക്ട്രിസിറ്റിയുടെ എന്തെങ്കിലും ബന്ധം വരുമ്പോഴാണ് അത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആവുന്നത്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ സെയിം എക്സാമ്പിളാണ്, സൈക്കിളിൻ്റെ എക്സാമ്പിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. മിക്കവാറും നമ്മുടെ വീട്ടിലെല്ലാം കാണില്ല ഈ ഗോൾഡ് എന്നൊക്കെ പറയത്തില്ലേ, ചില ഗോൾഡ് ആയിരിക്കത്തില്ല, അത് നമ്മളിങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എന്താ പറയുക
എന്താ പറയുക ഇമിറ്റേഷൻ മാലയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ ചിലപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളുടെ ഇപ്പം അതിലൊരു ഗോൾഡ് കോട്ടിംഗ് ഉണ്ടാകും. ഇപ്പം നമ്മളൊരു ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോട്ടിംഗ് പോയിട്ട് ഒരു സിൽവർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റൽ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്താ പറയുക ഈ പ്ലീറ്റിങ് ചെയ്യുന്നതാണ്. അതൊക്കെ നമ്മൾ മലയാളത്തിൽ എന്താ പറയുക പൂശുക അല്ലെങ്കിൽ എന്താ പറയുക റോൾഡ് ഗോൾഡ് എന്നൊക്കെ പറയത്തില്ല, അത് തന്നെയാണ് സംഭവം. അപ്പം ഈ രണ്ട് കേസിലായാലും മെറ്റൽ കോട്ടിങ് ഓഫ് ആൻ അനദർ മെറ്റൽ, അതാണ് സംഭവം. ഒരു മെറ്റലിൻ്റെ മുകളിൽ വേറൊരു മെറ്റലിൽ കോട്ട് ചെയ്യുന്നു. കുറച്ച് വില കൂടിയ മെറ്റൽ, സാധാരണ മെറ്റലിൽ കുറച്ച് വില കൂടിയ മെറ്റലിന് ഇതിൻ്റെ അംശം കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഈ വൺ ലെയറിൻ്റെ മുകളിൽ എങ്ങനെയാണ് വേറൊരു ലെയർ ഇടുക എന്നുള്ളത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് 14.7 ആക്ടിവിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് നമ്മളുടെ ലെക്ചറിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെൻ ഇലക്ട്രിക് കറണ്ട് പാസ് ത്രൂ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് കാണിക്കുന്നത്. ഈ ഇലക്ട്രിക് കറണ്ട് ഈ ഒരു കോപ്പർ സൊല്യൂഷൻ സൾഫേറ്റിന് കൂടെ പോകുമ്പം കോപ്പർ സൾഫേറ്റ് ഡീഅസോസിയേറ്റ് ചെയ്യും, അതായത് അവിടെ നിന്ന് മാറി നിൽക്കും. അപ്പോൾ ഈ കോപ്പർ ആൻഡ് സൾഫേറ്റിലോട്ട് മാറും. അപ്പോൾ ഈ ഫ്രീ കോപ്പർ എന്താ പറയുക ഇങ്ങനെ ഇലക്ട്രോഡിലോട്ട് കണക്ട് ചെയ്ത് നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ, അപ്പോൾ ഈ നെഗറ്റീവ് ടെർമിനലിലോട്ട് പോയിട്ട് അതവിടെ എന്താ പറയുക ഡെപ്പോസിറ്റ് ചെയ്യും, അതാണ് സംഭവം. അപ്പം അത് പക്ഷെ ലോസ് ഓഫ് കോപ്പർ ഫ്രം സൊല്യൂഷനിൽ നിന്ന് കോപ്പറിൻ്റെ ലോസിന് എന്താണ് വഴി, അതാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്. വേറൊരു ഇലക്ട്രോഡ് കോപ്പർ പ്ലേറ്റ് and equal amount of copper gets dissolved in the solution. From the other electrode, മറ്റൊരു ഇലക്ട്രോഡിൽ നിന്ന് a copper plate and equal amount of copper gets dissolved in the solution. Thus, the loss of copper from the solution is restored and the process continues. അപ്പോൾ ഇത് തന്നെ ഈ ഒരു പ്രോസസ്സ് തന്നെ വീണ്ടും കണ്ടിന്യൂ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ദിസ് മീൻസ് ദറ്റ് കോപ്പർ ഗെറ്റ്സ് ട്രാൻസ്ഫർഡ് ഫ്രം വൺ ഇലക്ട്രോഡ് ടു അതർ. ഇതുകൊണ്ട് കോപ്പർ ഒരു ഇലക്ട്രോഡിൽ നിന്ന് വേറൊരു ഇലക്ട്രോഡിലോട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത ബുഹുജോ പഹേലി ആ ഒരു ടോപ്പിക്കാണ്. ബുഹുജോ could get only one copper plate, so he performed activity 14.7 by connecting a carbon rod in the place of the copper plate which was connected to the negative terminal of the battery. He succeeded in obtaining a coat of copper on carbon rods. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്താണ് ഈ ബുഹുജോ പഹേലി ആ ഒരു ഇതാണെന്ന് പറയുക അവരെ തമ്മിൽ സംസാരമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ് ശരിക്കും ഉള്ള ഇലക്ട്രോപ്ലേറ്റിംഗ്. The process of depositing a layer of any desired metal on another material by means of electricity is called electroplating. The process of depositing a layer of any desired metal, ഒരു desired metal എന്താ പറയുക ഇങ്ങനെ എന്താ പറയുക ഒരു ഡിസൈഡ് മെറ്റൽ ഇന്ന ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ അതൊരു ഒരു സബ്സ്റ്റൻസിൻ്റെ പുറത്ത് ഇങ്ങനെ ഏത് മെറ്റീരിയലായാലും അതിൻ്റെ പുറത്തൊന്ന് തടവി ഒരു എന്താ പറയുക ഒരു കോട്ട് കൊടുത്തിട്ട് വേറൊരു മെറ്റൽ ഉപയോഗിച്ച് വേറൊരു എന്താ പറയുക നല്ലൊരു മെറ്റൽ ഉപയോഗിച്ച് ഒരു ലെയർ ഓഫ് കോട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് അത് ഇലക്ട്രിസിറ്റി വഴി കൊടുക്കുന്നതിനെയാണ് ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അതൊരു എന്താ പറയുക വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ആപ്ലിക്കേഷൻസ് ഓഫ് കെമിക്കൽ എഫക്റ്റ് ആണ്. മിക്കവാറും എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, ഈ കോമൺ ആപ്ലിക്കേഷനാണിത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും കുറേ പേര് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ സംഭവം. ഇലക്ട്രോപ്ലേറ്റിംഗ് ഇസ് എ വെരി യൂസ്ഫുൾ പ്രോസസ്സ്, ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് ഇൻഡസ്ട്രി കോട്ടിംഗ് മെറ്റൽ ഒബ്ജക്ട്സിന് ചെറിയ ലെയറിൽ ഡിഫറെൻറ്റ് മെറ്റൽ ഉപയോഗിച്ച് ഒരു കോട്ടിംഗ് കൊടുക്കാനുള്ള രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇതിന് പുറത്തുള്ള എന്തെങ്കിലും ഒരു ഡിസൈഡ് പ്രോപ്പർട്ടി ഉണ്ടാവും, നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടാവും, എന്തെങ്കിലും ആ ഒബ്ജക്റ്റിന് കുറവായിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടാവും. അതായത് ചിലപ്പം ഈ ക്രോമിയം പ്ലേറ്റിങ്ങിന് കുറേ ഒബ്ജക്ട്സിലൊക്കെ ഈ ക്രോമിയം പ്ലേറ്റിംഗ് ചെയ്യുന്നുണ്ടാകും. കാറിലെ പാർട്സിൽ, ബാത്ത് ടാപ്സിൽ, പിന്നെ കിച്ചൺ ഗ്യാസ് ബേർണേഴ്സിൽ, പിന്നെ ബൈസൈക്കിൾ ഹാൻഡിൽ ബാർസിൽ, വീൽ ഡ്രംസിലൊക്കെ ഈ ക്രോമിയം അപ്ലൈ ചെയ്യുന്നുണ്ടാകും. ഇപ്പം ക്രോമിയം ഒരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ട്, പക്ഷേ ഇത് കൊറോഡ് ചെയ്യില്ല, സ്ക്രാച്ച് റെസിസ്റ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ക്രോമിയം കുറച്ച് എക്സ്പെൻസീവുമാണ്. ആൻഡ് ഇത് എക്കണോമിക്കൽ ആയിട്ട് ഹോൾ ഒബ്ജക്റ്റിലും ഈ ക്രോമിയം ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്ര നടക്കുന്ന കാര്യമല്ല. So the object is made from a cheaper metal and only a coating of chromium over its report. അപ്പോൾ നമുക്ക് ഒരിക്കലും ചിലപ്പം പാവപ്പെട്ട ആൾക്കാർക്ക് സ്വർണ്ണം ഇട്ട്
സ്വർണ്ണം വാങ്ങിക്കാൻ പറ്റാത്ത ഒരാൾക്കാർക്ക് സ്വർണ്ണം ഇട്ടിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ ഈ ഇമിറ്റേഷൻ കടയിലൊക്കെ പോയിട്ട് സ്വർണ്ണത്തിൻ്റെ കവറിങ് പോലുള്ള മാലയൊക്കെ വാങ്ങിക്കാനാണ് ചെയ്യാറ്. നമ്മളെപ്പോഴും പുറത്ത് ഇട്ടിട്ട് പോകുന്ന മാലകളിലൊക്കെ സ്വർണ്ണത്തിൻ്റെ ഒരു കളർ കാണും, പക്ഷേ സ്വർണ്ണം ആയിരിക്കണം എന്നില്ല. എൻ്റെ ഒരു കുറേ മാല ഉണ്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ കാരണം അങ്ങനെ എന്താ പറയുക, ഞാൻ ഇടാറില്ല നേരം കേട്ടോ, നമ്മൾ അങ്ങനത്തെ മാലയൊക്കെ നമ്മൾ വെക്കാറുണ്ട്. കാരണം അത് പിന്നെ ഡെയിലി യൂസ് ചെയ്യാൻ അത് ഇളകിപ്പോകും. പക്ഷേ ഒരിക്കലും ഒരു 100 രൂപയ്ക്ക് താഴെ സ്വർണ്ണമാല കിട്ടണം എന്നില്ല. പക്ഷേ ഈ 100 രൂപയ്ക്ക് താഴെ വേറൊരു മെറ്റലിൽ ചെയ്തൊരു ചെയിനിൻ്റെ മുകളിൽ ഈ ഒരു ലെയർ ഓഫ് ഗോൾഡ് കൊടുത്തത് കിട്ടും. കാരണം 100 രൂപയ്ക്ക് താഴെ 500 1000 രൂപയ്ക്ക് താഴേക്ക് കിട്ടും. പക്ഷേ ഒരിക്കലും ഒരു 1000 രൂപയ്ക്ക് താഴെ ഈ സ്വർണം കിട്ടില്ല. അപ്പം ക്രോമിയം കൊണ്ട് ഈ ഫുൾ സബ്സ്റ്റൻസ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം അത് അത്ര നഷ്ടമല്ല. അപ്പം അതിന് പകരമായിട്ട് ചെയ്യുന്നത് ക്രോമിയത്തിൻ്റെ ഒരു ചെറിയൊരു ലെയർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ജ്വല്ലറി മേക്സ് ഇലക്ട്രോപ്ലേറ്റ് സിൽവർ ആൻഡ് ഗോൾഡ് ലെസ് എക്സ്പെൻസീവ്. അപ്പോൾ ഈ ജ്വല്ലറി മേക്കേഴ്സ് ഇലക്ട്രോപ്ലേറ്റ്, അപ്പം ജ്വല്ലറി മേക്കേഴ്സൊക്കെ ചെയ്യുന്നത് സിൽവർ ആൻഡ് ഗോൾഡ് ലെസ് എക്സ്പെൻസീവ് മെറ്റൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അടുത്തത് ദീസ് ഓർണമെൻറ്റ്സ് ഹാവ് ആൻ അപ്പിയറൻസ് ഓഫ് സിൽവർ ഓർ ഗോൾഡ് ബട്ട് ആർ മച്ച് ലെസ് എക്സ്പെൻസീവ്. ഇതിന് ചിലപ്പോൾ ഈ ഗോൾഡിൻ്റെയും സ്വർണ്ണത്തിനൊക്കെ പോലെ ഇരിക്കുമെങ്കിലും ശരിക്കും ഗോൾഡും സ്വർണ്ണവും ആയിരിക്കത്തില്ല. ടിൻ ക്യാൻസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഫുഡ്. ഇത് ചിലപ്പം അയണിൻ്റെ ഒരു ഇലക്ട്രോപ്ലേറ്റിംഗ് കൊടുക്കുന്നതായിരുന്നു, ചിലപ്പോൾ അത് ഒറിജിനൽ അയൺ ആവണം എന്നില്ല. ടിൻ ഇസ് ലെസ് റിയാക്റ്റീവ് ദാൻ അയൺ. അയണിനേക്കാളും ലെസ് റിയാക്റ്റീവ് ആണ് ഈ ടിന്ന്. Thus, food does not come into contact with iron and is protected. ഈ ചിലപ്പോൾ അയണുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഫുഡൊക്കെ ചിലപ്പോൾ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടിന്നിലാണെങ്കിൽ ഇത് ചിലപ്പം പ്ലാസ്റ്റിക് ടിന്നൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നഷ്ടം വരുന്നില്ല, കാരണം ഈ ഫുഡ് അത്രയും സ്പോയിൽ ആവാതിരിക്കുന്നുണ്ട്. അയൺ ഇസ് യൂസ്ഡ് ഇൻ ബ്രിഡ്ജസ് ആൻഡ് ഓട്ടോമൊബൈൽസ് ടു പ്രൊവൈഡ് സ്ട്രെങ്ത്. അയൺ എന്ന് വെച്ചാൽ ഇങ്ങനെ സ്ട്രെങ്ത്തിനാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പം ബ്രിഡ്ജസിലായാലും ഓട്ടോമൊബൈൽസിലായാലും സ്ട്രെങ്ത്തിനായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. അയൺ ടെൻസ് ടു കൊറോഡ് ആൻഡ് റസ്റ്റ്. അയൺ പെട്ടെന്ന് ഇങ്ങനെ കൊറോഡ് ചെയ്യാനും പിന്നെ ഇങ്ങനെ തുരുമ്പടിക്കാനൊക്കെ സാധ്യതയുണ്ട്. കോട്ടിംഗ് ഓഫ് സിങ്ക് ഇസ് ഡെപ്പോസിറ്റഡ് ഓൺ അയൺ ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം corrosion ആൻഡ് ഫോർമേഷൻ ഓഫ് റസ്റ്റ്. സോ അതുകൊണ്ട് ഒരു കോട്ട് ഓഫ് എന്താ പറയുക സിങ്കോ അല്ലെങ്കിൽ സിങ്ക് കൊടുക്കുന്നുണ്ടാവും, അയണിൻ്റെ മുകളിൽ സിങ്ക് കൊടുക്കുന്നുണ്ടാവും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തത് യെല്ലോ ബോക്സിൽ ഇൻ ദ ഇലക്ട്രോപ്ലേറ്റിംഗ് ഫാക്ടറീസ് ദ ഡിസ്പോസൽ of the used conducting solution is a major concern. It is polluting water and therefore specific disposal guidelines to protect their environment. അപ്പോൾ ഈ യൂസ് ചെയ്ത് കഴിഞ്ഞ് സൊല്യൂഷനൊക്കെ എന്ത് ചെയ്യും എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ. അതൊക്കെ അവർ യൂസ് ചെയ്യുന്നത് എന്തിനെങ്കിലും എന്താ പറയുക, എന്തിനെങ്കിലും സംഭവം ഒഴിച്ച് വെക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം അത് കുറച്ച് എന്താ പറയുക വാട്ടർ പൊല്യൂട്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അതിന്. അപ്പം അത് ഒരു വാട്ടർ പൊല്യൂട്ടിങ് ടൈപ്പ് തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. നമ്മൾ ഈ ചാപ്റ്റർ തീർത്തു കഴിഞ്ഞു. ഈ ചാപ്റ്റർ തീർന്നു. സോ ഇത്ര എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്, എല്ലാവരും പഠിക്കുക. പിന്നെ ഈ ഒരു നിങ്ങൾക്ക് കേട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ.